ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ് ഒരുങ്ങിയിട്ടുള്ളത്. അതിന് അരി പച്ചരി കഴുകി കുതിർത്ത് വെച്ചതാണ്. ഞാൻ ഒന്ന് കഴുകി മിക്സിയിലിട്ട് അരച്ചെടുക്കണം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് 2 ഏലക്കായും ചേർത്ത് അരച്ചെടുക്കണം. അതിലേക്കുള്ള ശർക്കര മാവ് ഉരുക്കി അരിച്ച് വെച്ചതാണ്. അതും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കണം. ഇനി ഒന്ന് അരച്ചെടുക്കണം. 4 ചെറുപഴവും കൂടി അടുത്ത ബാച്ചിലിട്ട് അരക്കുന്നുണ്ട്. നന്നായി ഇളക്കി ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ചുട്ട് നോക്കാം. ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൊത്തി കുനുകുന അരിഞ്ഞ തേങ്ങ ഉണ്ട് കുറച്ച്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഉണ്ണിയപ്പം ഒന്ന് ചുട്ട് നോക്കട്ടെ. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടിയൊക്കെ ഒരുപാട് കാലത്തെ പഴക്കമുള്ള പുതിയ ചട്ടിയൊന്നുമല്ല. നമ്മളെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഒന്ന് മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒക്കെ നന്നായിട്ടുണ്ട്. സോഡപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. വെറും പഴവും തേങ്ങാക്കൊത്തും ജീരകവും അരിയും മാത്രം ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.